അടുത്തതെന്ന് പറയുന്നത് ഇറ്ററേഷൻ ഇൻ പൈത്തൺ ആണ്. സോ നോർമലി നമ്മൾ ലൂപ്പിംഗ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സ് മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് റൺ ചെയ്യണം, അങ്ങനെയുള്ള സമയങ്ങളിലാണ് നമ്മൾ ഇറ്ററേഷൻസ് യൂസ് ചെയ്യുക. ഫോർ ലൂപ്പിംഗ് അലോസ് എ ബ്ലോക്ക് ഓഫ് കോഡ് ടു എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ ടൈംസ്. പൈത്തൺ പ്രൊവൈഡ്സ് ടു മെയിൻ ടൈപ്സ് ഓഫ് ലൂപ്സ്. ഒന്ന് ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ആണ്. ഈ രണ്ട് ലൂപ്സുകളാണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് പൈത്തണിനകത്ത് യൂസ് ചെയ്യുക. സോ അത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ഫോർ ലൂപ്പാണ് നോക്കുന്നത്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫോർ ഐറ്റം ഇൻ സീക്വൻസ്. സോ നമ്മൾ റിപ്പീറ്റ് ആവുന്ന സാധനം ആണ് ഈ ഐറ്റം എന്ന് പറയുന്നത്. ഇൻ എന്ത് സീക്വൻസ് ആണോ അത്. അതായത് നമുക്ക് ഫോർ ലൂപ്പ് നമുക്ക് പല രീതിയിൽ നമുക്ക് കോൾ ചെയ്യാം. ഒരു സീക്വൻസ് ആയിട്ട് മേ ബി 1 to 100 വരെ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ റൺ ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ കയ്യിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സ് ത്രൂ റൺ ചെയ്യണമെങ്കിൽ അങ്ങനെ റൺ ചെയ്യാം. സോ ആ സീക്വൻസ് എന്ന് പറയുന്നത് നമുക്ക് എവിടുന്ന് വേണമെങ്കിലും കോൾ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു സിൻടാക്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുക. ഫോർ ലൂപ്പിനും ഇതേപോലെ തന്നെ നമ്മൾ ആ സീക്വൻസ് കഴിഞ്ഞതിന് ശേഷം കോളൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന ബ്ലോക്ക് ഇൻറ്റൻറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഓരോ സെക്ഷൻസുകളും ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്പേഴ്സ് എന്ന് പറയുന്ന കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ നമ്പേഴ്സിനകത്തൂടെ ഇത് റൺ ചെയ്യണം. സോ അവിടെ ഫോർ നം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു വേരിയബിൾ ആണ്. ഇൻ നമ്പേഴ്സ്, അതായത് ഈ നമ്പേഴ്സ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ തവണയും ഈ നമ്പർ ഇങ്ങനെ റൺ ചെയ്യാണ്. സോ നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. നം എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ജസ്റ്റ് 1 2 3 4 5 ഓക്കെ, കുറച്ച് നമ്പേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഫോർ ലൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫോർ എന്ന് കൊടുത്തപ്പോൾ അതിൻ്റെ കളറ് മാറിയത് കണ്ടില്ലേ? സോ ബിക്കോസ് ഇറ്റ്സ് എ കീവേഡ് ഇൻ പൈത്തൺ, അതുകൊണ്ടാണ് വന്നത്. ഫോർ ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആക്കി നമുക്കവിടെ കൊടുക്കാം. മറ്റേതിൽ നമ്മൾ നമ്പ് നേർന്ന് കൊടുത്തിരുന്നത്, ഇവിടെ നമ്മൾ ഈ സീക്വൻസിന് നമ്പെന്ന് കൊടുത്തോണ്ട് കൺഫ്യൂഷൻ വരണ്ട. ജസ്റ്റ് ഐ ഇൻ ഏത് സീക്വൻസ് എന്നാണ് എടുക്കുന്നത്? നമ്പെന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, കോളൻ കൊടുത്തു. എന്നിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഇൻറ്റൻറ്റേഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് വാല്യൂസ് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് ഐ എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1 2 3 4 5 എന്ന് പറഞ്ഞ ഈ വാല്യൂസിലൂടെയാണ്. അപ്പോൾ ആദ്യം എന്താ സംഭവിക്കുക? നമ്മന്ന് ഫസ്റ്റ് വാല്യൂ എടുക്കും 1, അത് ഐനകത്ത് സേവ് ആവും. എന്നിട്ട് ഈ ബ്ലോക്കിനകത്ത് പോകുമ്പോൾ ഇവിടെ എന്താ ചോദിക്കുന്നത്? ആ ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്യാനാണ്. സോ അത് പ്രിന്റ് ചെയ്തു കഴിഞ്ഞിട്ട് അഗെയിൻ ഈ നമ്മിനകത്ത് പോയി നോക്കും ഇനി എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അടുത്തത് 2 ആണ്. സോ ഐയുടെ വാല്യൂ 2 ആവും. ദെൻ 2 പ്രിന്റ് ചെയ്യും. അഗെയിൻ നോക്കും. സോ 3 ഉണ്ട്, പ്രിന്റ് ചെയ്യും. 4 പ്രിന്റ് ചെയ്യും. 5 പ്രിന്റ് ചെയ്യും. 5 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ഇനി ദർ ഇസ് നോ എലമെന്റ്സ്. അപ്പോൾ എന്ത് ചെയ്യും? ഫോർ ലൂപ്പിന്ന് അത് പുറത്തിറങ്ങും. സോ അങ്ങനെയാണ് ഇവിടെ നമുക്ക് ഈ വാല്യൂ പ്രിന്റ് ആയത്. സോ ഇവിടെ ഞാൻ 1 2 3 4 5 പകരം ഇവിടെ 6 കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാനിത് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 4ന് ശേഷം ഇവിടെ 6 ആണ് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ നം എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ സീക്വൻസ് ആണോ കൊടുത്തിട്ടുള്ളത് ആ സീക്വൻസിലൂടെ ആയിരിക്കും ഇത് റൺ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് ഫോർ ലൂപ്പ് ഒരു റേഞ്ച് ഫംഗ്ഷൻ ചെയ്യാവുന്നതാണ്. അതായത് നമുക്കിപ്പോൾ 5 അല്ല, ഒരു 100 വാല്യൂസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനകത്ത് 1 to 100 വരെ ടൈപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുക. റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റേഞ്ച് എന്ന് പറയുന്ന ഒരു കീവേഡ് പൈത്തണിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് സ്റ്റാർട്ടും സ്റ്റോപ്പും സ്റ്റെപ്പും നമുക്കവിടെ കൊടുക്കാം. അതായത് ഏത് വാല്യൂന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഏത് വാല്യൂവിൽ സ്റ്റോപ്പ് ചെയ്യണം, എത്ര ഇൻക്രിമെന്റ്സ് വരണം എന്നുള്ളതാണ് സ്റ്റെപ്പ്. സോ അത് നമുക്കവിടെ ചെയ്യാം. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇവിടെ ഈ ഒരു ലൈൻ ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ റേഞ്ച്, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് 10 എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക. അത് ഡിഫോൾട്ട് ആയിട്ട് എടുത്തോളും 10 വരെ. ഞാൻ ജസ്റ്റ് റൺ ചെയ്ത് കാണിക്കാം. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം 0 to 9 വരെയാണ് വരുന്നത്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈത്തണിനകത്ത് എപ്പോഴും ഇൻഡെക്സിങ്ങിന്റെ ബേസിലാണ് വരിക. സോ നമ്മൾ 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 10 വാല്യൂസ് വരും. പക്ഷെ ഇൻഡെക്സിങ് എപ്പോഴും നമുക്ക് 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് ആദ്യം 0 വന്നത്,
ലാസ്റ്റിൽ 9 വന്നത്. അതേസമയത്ത് എനിക്ക് പെർട്ടിക്കുലർ വാല്യൂ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1,10 എന്ന് കൊടുക്കാം, എന്നിട്ട് 1 എന്ന് കൊടുക്കാം. ഈ 1 കൊടുത്തില്ലെങ്കിലും 1 ഇൻക്രിമെന്റിൽ തന്നെ വരികയാണ് ചെയ്യുക. സോ ഞാനത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1 to 9 വരെയാണ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം 1 to 9 വരെയാണ് വന്നിട്ടുള്ളത്. സോ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പൈതണിനകത്ത് നമ്മൾ ഇതുപോലെ റേഞ്ചുകൾ കാര്യങ്ങളൊക്കെ ഇൻഡെക്സ് ബേസിൽ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൻ്റെ -1 വാല്യൂസ് വരെ ആയിരിക്കും പൈതണിനകത്ത് വരിക. സോ ഇഫ് യു വാണ്ട് 1 to 10 ദെൻ അവിടെ നമ്മൾ 11 എന്നുള്ള വാല്യൂ വരെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 10 വരെയുള്ള വാല്യൂസ് അവിടെ കിട്ടുള്ളൂ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ 1ന് പകരം ഞാൻ 2 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഇൻക്രിമെൻ്റ് വരുന്നത് ആദ്യം 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വാല്യൂസ് കഴിഞ്ഞിട്ട് 3 ആണ് വരുന്നത്. ദെൻ 5, 7, 9 ആണ് എനിക്ക് അവിടെ കിട്ടുക. സോ ഇതുപോലെ ഇൻക്രിമെന്റ് വാല്യൂസ് നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇത് 1 to 11 പകരം നമ്മളൊരു 100 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 1 to 99 വരെയുള്ള സാധനം ഇതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും. അതിൻ്റെ തന്നെ ഇൻക്രിമെന്റ് എനിക്ക് 1ന് പകരം 5 ഇൻക്രിമെന്റ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വരുന്ന വാല്യൂസ് 5ന്റെ ഇന്റർവെൽസിലായിരിക്കും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നമുക്ക് റേഞ്ച് ഫങ്ഷൻസ് ഫോർ ലൂപ്പിനകത്ത് യൂസ് ചെയ്യാം. നമുക്ക് എത്ര തവണ റൺ ചെയ്യണമെങ്കിലും നമുക്കിതുപോലെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് പൈതണിനകത്ത് ഫോർ ലൂപ്പ് റൺ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ലൂപ്പ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പാണ്. ഇറ്റ് റിപ്പീറ്റ്സ് എ ബ്ലോക്ക് ഓഫ് കോഡ് ആസ് ലോങ് ആസ് സ്പെസിഫിക് കണ്ടീഷൻ റിമൈൻസ് ട്രൂ. അതായത് ഫോർ ലൂപ്പിനകത്ത് നമുക്ക് അറിയാം എത്ര തൊട്ട് എത്ര വരെ ഈ സാധനം റൺ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അതേ സമയത്ത് നമുക്കൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഇത്ര തൊട്ട് ഇത്ര തവണയാണ് ഇത് റൺ ചെയ്യേണ്ടത് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്സ് യൂസ് ചെയ്യാം. വൈൽ ലൂപ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ കണ്ടീഷൻ കൊടുത്തിട്ട് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതെപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കും. അത് ഫോൾസ് ആയി കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നിന്ന് അത് പുറത്തിറങ്ങും. സോ വൈൽ ലൂപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ലൂപ്പ് ആ ഫോൾസ് ആവാനുള്ള ഒരു കണ്ടീഷനും കൂടെ നമ്മളവിടെ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ഈ വൈൽ ലൂപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, വൈൽ എന്ന് പറഞ്ഞ കീവേഡ് തന്നെയാണ്, എന്നിട്ട് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു, എന്നിട്ട് ആ ബ്ലോക്കിനകത്തുള്ളത് എന്താണോ റൺ ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. സോ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. സോ നമ്മൾ ചെയ്യുന്നത് സാധാരണ വൈൽ എന്നിട്ട് മേ ബി കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് ഇസ് ലെസ് ദാൻ 5. ഓക്കെ, പക്ഷേ ഇതേ സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം കൗണ്ടിൻ്റെ അണ്ടറിൽ ഒരു യെല്ലോ ലൈൻ ഉണ്ട്. ബിക്കോസ് കൗണ്ട് എന്ന് പറയുന്ന സാധനം ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. സോ കൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ഇനീഷ്യലി ജസ്റ്റ് 0 ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ എറർ അവിടെ മാറി. ഓക്കെ, സോ വൈൽ കൗണ്ട് ഈസ് ലെസ് ദാൻ 5 അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് കൗണ്ട്. ഓക്കെ, സോ ഇവിടെ സംഭവിക്കുന്നത് ഈ കൗണ്ടിൻ്റെ വാല്യൂ 5നേക്കാൾ കുറവാകുന്നത് എപ്പോഴാണോ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു സാധനം ഞാൻ റൺ ചെയ്യുകയാണെങ്കിൽ ഈ കൗണ്ട് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, സോ ഈ കൗണ്ട് എന്ന് പറയുന്ന വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ ഈ വൈൽ ലൂപ്പ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും, അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. സോ അവിടെ നമുക്കൊരു ഇഷ്യൂ വരും. സോ അതിന് പകരം ഈ ഒരു പ്രോബ്ലം ഒഴിവാവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിനകത്ത് തന്നെ എന്ത് ചെയ്യാം, കൗണ്ട് എന്ന് പറയുന്ന വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കാം. സോ ഒന്നുകിൽ കൗണ്ട് ഇസ് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പൈതണിനകത്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട് പ്ലസ് ഈക്വൽ ടു. ഓപ്പറേഷൻസ് പഠിച്ച സമയത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. സോ ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൗണ്ട് പ്ലസ് ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇറ്റ് മീൻസ് സെയിം. കൗണ്ടിൻ്റെ വാല്യൂ ഓരോ തവണയും ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 0, 1, 2, 3, 4 വരെ വന്നു. 5 ആയ സമയത്ത് ഈ കണ്ടീഷനകത്ത് നിന്ന് ഔട്ടായി, ഇത് സ്കിപ്പായി. സോ ഇനീഷ്യലി കൗണ്ടിൻ്റെ വാല്യൂ 0 ആണ്.
സോ ആദ്യം എന്ത് ചെയ്യും, വൈൽ ലൂപ്പിനകത്ത് നോക്കുമ്പോൾ കൗണ്ട് എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ പ്രിന്റ് ചെയ്യും. എന്നിട്ട് കൗണ്ടിന്റെ വാല്യൂ +1 കൊടുക്കുകയാണ്. സോ അത് 1 ആയി. അപ്പോഴും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, എഗെയിൻ പ്രിന്റ് ചെയ്യും. എഗെയിൻ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ അത് 2 ആവും, അപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 3 ആവും, 4 ആവും. 5 ആയി കഴിയുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ കൗണ്ട് ഇസ് നോട്ട് ലെസ് ദാൻ 5 അല്ലെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നെങ്കിൽ 5 കൂടെ പ്രിന്റ് ആയതിന്. ഇവിടെ ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നില്ല, ഇതിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു കൗണ്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ 5 വരെ ഞാൻ 10 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സാധനം 0 to 9 വരെ പ്രിന്റ് ആവും. ഓക്കെ, ഇവിടെ കൗണ്ടിന്റെ വാല്യൂ ഇനീഷ്യലി ഞാനൊരു 2 ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാനിത് റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. 2 to 9 വരെ അത് റൺ ആവും. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് സർട്ടൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നവരെ നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സോ അതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫോർ ലൂപ്പിന്റെയും വൈൽ ലൂപ്പിന്റെയും ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായി കാണും. ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ബെസ്റ്റ് സ്യൂട്ടഡ് വെൻ ദ ഇറ്ററേഷൻ ഓവർ എ സീക്വൻസ് ഓർ യൂസിങ് പ്രീ ഡിറ്റർമൈൻഡ് റേഞ്ച് ഓഫ് വാല്യൂസ്. സോ എത്ര തവണ റൺ ചെയ്യണമെന്ന് നമുക്ക് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഐഡിയൽ ഫോർ സിറ്റുവേഷൻ വേർ ദ നമ്പർ ഓഫ് ഇറ്ററേഷൻ ഈസ് നോട്ട് നോൺ ഇൻ അഡ്വാൻസ്. നമുക്ക് നേരത്തെ അറിയാത്ത കണ്ടീഷൻ ആണെങ്കിൽ വൈൽ ലൂപ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുക. സോ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും മോസ്റ്റ് കോമൺ ആയിട്ട് പൈത്തണിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ.